ഹലോ ആർമീസ്, ഇതെൻ്റെ ഫസ്റ്റ് FF1 ഷോട്ടാണ്. അപ്പം ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങിൻ്റെയൊക്കെ കുറച്ച് പോരായ്മകളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ക്ഷമിക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പേ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഓക്കേ. അടുക്കളയിലേക്ക് സ്ത്രീ നടന്നു പോകുന്നു. അവർ ഒരു ചായപാത്രം നോക്കിയപ്പോൾ ചായ ഇട്ടിട്ടില്ല. കലി തുള്ളി അവർ ഉമ്മറത്തേക്ക് പോയി. അവിടെ ചാരുകസേരയിലിരുന്ന് പത്രം വായിക്കുവാണ് മുത്തശ്ശി ദേവയാനി. അമ്മേ, ചായ എവിടെ? ദേവയാനി ഒന്ന് സാവിത്രിയെ നോക്കി. അതെന്താ, നിനക്ക് ഞാനാണോ എന്നും ചായ തരുന്നത്? അല്ല, അമ്മയ്ക്കുള്ള ചായ കിട്ടി, എനിക്കുള്ള ചായ അവൾ ഇട്ടില്ലേ. ഇനി വരട്ടെ ആ നാശം. സാവിത്രി, അവള് നിന്റെ വേലക്കാരിയല്ല, അത് നീ മറക്കരുത്. അത് കേട്ട സാവിത്രി ഒരു പുച്ഛത്തോടെ അങ്ങ് നടന്നുപോയി. അപ്പോ ഇതൊക്കെ ആരാന്നറിയണ്ടേ? ഇതാണ് ദേവയാനി. ദേവാന്ന് എല്ലാരും വിളിക്കും. ദേവമംഗലത്തെ ഒരേ ഒരു മുത്തശ്ശി. ദേവിക്ക് ഒരേ ഒരു മകനാണ് ഉള്ളത്. പേര് അനന്തൻ കുറുപ്പ്. അവരെയൊക്കെ നമുക്ക് പിന്നെ പരിചയപ്പെടാം. അനന്തന്റെ രണ്ടാമത്തെ ഭാര്യയാണ് സാവിത്രി. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായ ഗംഗയുമായി നല്ല ഒരു ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. പക്ഷേ ഡെലിവറി ടൈമിൽ ഗംഗ മരണപ്പെട്ടു. അതിനുശേഷം അനന്തൻ തന്റെ മകളെ വളർത്തി നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാൻ തീരുമാനിച്ചു. എന്നാൽ ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് അവളെ പഠിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അനന്തൻ സിറ്റിയിലേക്ക് ജോലിക്ക് പോയി. അവിടെ വലിയൊരു കമ്പനിയിൽ ഫയൽസും മറ്റും എടുത്തു കൊടുക്കാനാണ് അയാൾ നിന്നത്. അങ്ങനെ ഇരിക്കെയാണ് കമ്പനിയിലെ സിഒയുടെ അനിയത്തിയായ സാവിത്രിയെ അയാൾ കണ്ടുമുട്ടുന്നത്. സാവിത്രി അനന്തന്റെ ഒപ്പം ഒരുമിച്ച് അയാളുടെ വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോഴാണ് അയാളുടെ ഭാര്യ മരിച്ചതുമാണെന്നും അയാൾക്ക് ഒരു മകളുണ്ടെന്നും സാവിത്രി അറിഞ്ഞത്. പിന്നീട് സാവിത്രി ഒറ്റയ്ക്ക് കാറിൽ അനന്തന്റെ വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പോഴൊക്കെ വിധുവിന് ചോക്ലേറ്റ്സും മറ്റും കയ്യിൽ കരുതാറുണ്ടായിരുന്നു. പതിയെ പതിയെ സാവിത്രി വിധുവിനെ വശത്താക്കി. അങ്ങനെ വിധുവിന് ഒരു അമ്മയെ വേണമെന്ന ചിന്ത അനന്തനിലും ഉണ്ടായി. അങ്ങനെയാണ് അയാൾ സാവിത്രിയെ കല്യാണം കഴിക്കുന്നത്. എന്നാൽ ഇതിനു ശേഷം സാവിത്രിക്ക് വിധുവിനോടുള്ള ഇഷ്ടമൊക്കെ കുറഞ്ഞു വന്നു. അവൾ പലപ്പോഴും ആ സ്ത്രീക്ക് ഒരു ശല്യമായി തോന്നി. എന്നാൽ ദേവയാനി ഇതിനെല്ലാം സാവിത്രിയെ വഴക്ക് പറയുമായിരുന്നു. അപ്പോഴും അനന്തൻ സാവിത്രിക്കൊപ്പം തന്നെയായിരുന്നു നിന്നത്. 2 വർഷങ്ങൾക്ക് ശേഷം സാവിത്രിക്കും ഒരു മകൾ ജനിച്ചു. അതിനുശേഷം സാവിത്രിക്കും അവരുടെ മകളായ സരയു കുറുപ്പിനും പാചകം ചെയ്യാനുള്ള വേലക്കാരിയായി തീർന്നു വൈദേഹി എന്ന വിധു. അമ്പലത്തിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വിധു പുറത്തിറങ്ങി. കൂടെ അല്ലിയുമുണ്ട്. ഇതാണ് വൈദേഹി കുറുപ്പ്. വിധു എന്ന് വിളിക്കും. വൈദേഹി ഡിഗ്രി വരെ പോയിട്ടുള്ളൂ. പിന്നെ പഠിക്കാൻ വിട്ടില്ലെന്ന് തന്നെ പറയാം. ഇത്രയൊക്കെ പഠിച്ചാൽ മതിയെന്നും ഇനി അടുക്കളപ്പണി മാത്രം മതിയെന്നും ആണ് സാവിത്രിയുടെ ഓർഡർ. ഇതാണ് അലങ്കൃത. അല്ലി എന്ന് വിളിക്കും. വിധുവിന്റെ ക്ലാസ്മേറ്റും കൂടിയാണ്. അല്ലി വിധുവിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. സാവിത്രിയുടെ വാ അടപ്പിക്കണമെങ്കിൽ അതിന് അല്ലി തന്നെ വേണം. ഇപ്പൊ കമ്പ്യൂട്ടർ കോഴ്സിനാണ് അല്ലി പോണത്. അവർ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നടന്നു പോവുകയാണ്. വിധു, ഞാനും കൂടെ വന്നോട്ടെ. അവിടെ എന്താണ് ഇന്ന് സ്പെഷ്യൽ? സ്പെഷ്യലോ? ഞാൻ ചെന്നിട്ട് വേണം അവിടെ ഇനി എന്തേലും ഉണ്ടാക്കാൻ. നീ വരുന്നെങ്കിൽ വന്നു, പക്ഷെ അമ്മയോട് വെറുതെ വഴക്കുണ്ടാകരുത്. ഓ പിന്നെ ആ തള്ളയോട് പോയി പറ വാ പൂട്ടിയിരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ വല്ലതും വിളിച്ച് പറയും. എനിക്ക് നിന്നെ അവിടെ കൊണ്ടുപോകാൻ തന്നെ പേടിയാ. കാരണം നീ ഓരോന്ന് വിളിച്ച് പറയാൻ അവസാനം കിട്ടുന്നതെല്ലാം എനിക്കാണ്. അതുകൊണ്ടാ ഞാൻ കൂടുതൽ പിന്നൊന്നും പറയാത്തെ. അല്ല, ഇപ്പോഴും ആ സരയു അവിടെ ഉണ്ടോ? അവള് രാവിലെ കോളേജിൽ പോകൂലേ, വൈകിട്ടേ ഇനി വരൂ. അതുകൊണ്ട് അതില്ല. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് വീട്ടിന്റെ മുന്നിലെത്തി. കയറുന്നതിന് മുമ്പ് തന്നെ വിധു അല്ലിയോട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അവർ രണ്ടുപേരും വീട്ടിലെത്തി. മുത്തശ്ശി അവിടെ എങ്ങും കണ്ടില്ല. സമയം വൈകിയോണ്ട് തന്നെ വിധു നേരെ അടുക്കളയിൽ പോയി. കൂടെ അല്ലിയും പോയി.
വിധു ചെന്ന ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങി. എന്നാൽ അല്ലി സഹായം എന്ന മട്ടിലൊരു മൂലയ്ക്ക് ഇരുന്ന് തിന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് സാവിത്രി അടുക്കളയിലെത്തിയത്. വിധു വന്നിട്ടുണ്ട് എന്ന് അവർക്ക് അറിയാമായിരുന്നു. എന്നാൽ അല്ലിയെ കണ്ടപ്പോൾ അവരുടെ ആ ദേഷ്യം അങ്ങ് ഇരട്ടിച്ചു. ഡി, ഇത് നിന്റെ വീടാണോ അതോ അവിടെ ഒന്നും തിന്നായില്ലാത്തതുകൊണ്ടാണോ ഇവിടെ വന്ന് കിടന്ന് തിന്നുന്നേ? പിന്നെ ഇത് പിന്നെ നിങ്ങളുടെ വീടാണോ? നിങ്ങളിവിടെ എങ്ങനെയാ വന്നതെന്നൊക്കെ എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം നിങ്ങൾ എങ്ങനെയാ വന്നതെന്ന്. അമ്മ എന്തിനാ വെറുതെ രാവിലെ എന്നെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? എടി, നീ മനപ്പുറമല്ലേ ഈ പെണ്ണിനെ ഇവിടേക്ക് കൊണ്ടുവന്നേ അല്ലേ? എന്നോട് നിനക്കൊന്നും തിരിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് നീ ഇവളെ കൊണ്ട് പറയിക്കല്ലേ എടി. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിന്നെ കണക്ക് പൊട്ടിയൊന്നും അല്ല. ആണെന്ന് തന്നെ വിചാരിച്ചോ? നിങ്ങളുടെ ഈ മോന്തക്കിട്ട് രണ്ട് തരാനാ എനിക്കിപ്പോൾ തോന്നുന്നേ. ഈ പെണ്ണിത് എത്രയും നേരമായിട്ട് ഇവിടെ എന്തെടുക്കുവാ? എനിക്കാണെങ്കിൽ നീ ഇവിടെ കോളേജിൽ പോവാനാണെങ്കിൽ ഇത് ടൈമും ആയി. ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലെങ്ത് കുറച്ചിട്ടത്. നെക്സ്റ്റ് തൊട്ട് നമുക്ക് കുറച്ചുകൂടെ അധികം ലെങ്ത് ആക്കി ഇടാം. അപ്പോൾ എഡിറ്റിങ്ങിലൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ട്. ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ എഡിറ്റിംഗ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിലൊക്കെ അറിയിക്കണം.